സ്വന്തമെന്ന് പറയുന്നവർ പോലും നമ്മളെ വിമർശിക്കുവാനോ കളിയാക്കുവാനോ നിൽക്കുമ്പോൾ നാം തളർന്നു പോകാനോ എല്ലാം മതിയെന്ന് വെക്കുവാനോ ഒരിക്കലും ചിന്തിക്കരുത്. ഒരാൾ നിങ്ങളെ വിമർശിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അവർ നിങ്ങളിൽ എന്തെങ്കിലും മേന്മ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ? നിറഞ്ഞു നിൽക്കുന്ന മാങ്ങയുള്ള മരത്തിൽ മാത്രമല്ലേ മനുഷ്യൻ കല്ലെറിയാൻ നിൽക്കുകയുള്ളൂ. ഒരിക്കൽ നിർബന്ധ ബുദ്ധിക്കാരായ 2 ആട്ടിൻമുട്ടന്മാർ ഒരു ഇടുങ്ങിയ പാലത്തിൽ കൂടെ പോയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? പരസ്പരം വഴി മാറിക്കൊടുക്കാൻ തയ്യാറാകാതെ അവർ പരസ്പരം കൊമ്പുകൾ കോർക്കുന്നു. ഇടുങ്ങിയ പാലത്തിൽ വെച്ച് നല്ല ഒരു യുദ്ധം ഉണ്ടാക്കിയതിനു ശേഷം 2 പേരും നദിയിൽ പതിക്കുന്നതാണ് കഥയുടെ സാരം. ഒരാൾ നമ്മളെ വിമർശിക്കാൻ വരുമ്പോൾ ആട്ടിൻമുട്ടന്മാരെ പോലെ വഴിമാറി കൊടുക്കാൻ മുതിരാൻ തയ്യാറാകാതെ ഒരു വലിയ ബഹളത്തിന് നിൽക്കാതെ നാം തന്നെ വഴിമാറി പോവുകയാണ് ഏറ്റവും അത്യാവശ്യം. അങ്ങനെയായാൽ പല പ്രശ്നങ്ങളും വഴിമാറിപ്പോകും. എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ എന്നെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഗാന്ധിജി തന്റെ വിമർശകരെ പറ്റി പറയുന്നത്. പറ്റുമെങ്കിൽ നമുക്ക് എതിരായി നിൽക്കുന്ന വിമർശകരെ ചിരിച്ചു തള്ളാൻ ശ്രമിക്കണം. ഒരു പക്ഷേ വിമർശനങ്ങൾ അനുമോദനങ്ങളെക്കാൾ നല്ലതായിരിക്കും.